നീണ്ട ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു. നിലവിൽ കോവിഡ് കേസുകളുടെ എണ്ണം 1000-ലധികമാണ്. കോവിഡ് പരിശോധിക്കുന്നവരെക്കാൾ പനിക്ക് സ്വയം ചികിത്സിക്കുന്നവരാണ് ഏറെയും. ഇന്നലെ 2 കോവിഡ് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആശങ്ക വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാനത്ത് പകർച്ചപ്പനി വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. എന്നാൽ പനി ബാധിതരിൽ ഇന്ന് അനുഭവപ്പെടുന്ന ലക്ഷണങ്ങളിലേറെയും കോവിഡിന് സമാനമാണ്. ഒരുപക്ഷെ അത് കോവിഡ് തന്നെയായിരിക്കാം. കാരണം കണക്കുകൾ അങ്ങനെ പറയുന്നു. വിട്ടുമാറാത്ത ചുമയും തൊണ്ടയിലെ അസ്വസ്ഥതയും ഒപ്പം കടുത്ത ക്ഷീണവും ഇതായിരിക്കും ഇന്ന് പലരും നേരിടുന്ന പ്രശ്നങ്ങൾ. ഇതിനു പുറമെ അടുത്ത് ഇടപഴകുന്നവരിലേക്ക് പെട്ടെന്ന് പനി വ്യാപിക്കുന്നു. കോവിഡ് പരിശോധിക്കുന്നവരെക്കാൾ കൂടുതൽ സ്വയം ചികിത്സിക്കുന്നവരാണ് ഏറെയും. അവർ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ 1000-ലധികമാണ് കോവിഡ് ബാധിതർ. ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത 1492 കോവിഡ് ആക്റ്റീവ് കേസുകളിൽ 1324 എണ്ണം കേരളത്തിലാണ്. കഴിഞ്ഞ ദിവസം രാജ്യത്ത് സ്ഥിരീകരിച്ച 339 പ്രതിദിന കോവിഡ് ബാധിതരിൽ 298 പേരും കേരളത്തിൽ നിന്നുള്ളവരാണ്. ഈ ഡിസംബർ മാസത്തിൽ മാത്രം രാജ്യത്ത് 10 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇതിൽ 5 പേരും കേരളത്തിൽ നിന്നുള്ളവർ. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ചുരുക്കം പരിശോധനകളെങ്കിലും നടക്കുന്നത് കൊണ്ടാണ് കോവിഡ് കേസുകളിൽ കേരളം മുന്നിൽ വരുന്നത്. വാക്സിൻ പ്രതിരോധമുള്ളതിനാൽ കോവിഡ് ബാധിതരിൽ വൈറസ് ഗുരുതരമാകുന്നില്ല. എന്നാൽ പ്രായമായവരും ഗർഭിണികളും അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശം. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ്, 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.